ഹായ് സുഹൃത്തുക്കളെ, അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രൊഫൈലിൽ നാളെയോ മറ്റന്നാളോ ആയിട്ട് നിങ്ങളുടെ പ്രൊഫൈലിലും ഇതേ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിച്ച് തുടങ്ങാം. അപ്പോൾ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു യൂണിഫോം പോസ്റ്റ് ആണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്നുള്ളത്. കാറ്റഗറി നമ്പർ 26/2026 എന്നുള്ള കാറ്റഗറിയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ വർഷത്തെ നോട്ടിഫിക്കേഷനുകളൊക്കെ ഇപ്പോൾ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ആ കൂട്ടത്തിൽ വരുന്ന നോട്ടിഫിക്കേഷനാണ് AMVI എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ഏജ് ലിമിറ്റ് നോക്കാം, ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കാം. അതിനു മുന്നേ പറയട്ടെ, I+ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഓഫ്ലൈൻ കോച്ചിങ്ങും ഓൺലൈൻ കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓഫ്ലൈൻ നമ്മുടെ തിരുവനന്തപുരത്ത് വീക്കെൻഡ് ബാച്ചുകളായിട്ടാണ്. നിങ്ങൾക്ക് അതിലേക്ക് ഇനിയും ജോയിൻ ചെയ്യാം. അതല്ല ഓൺലൈൻ ആണെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റിയും I+ൽ കിട്ടുന്നതാണ്. വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ വിളിക്കുക. ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 45,600 മുതൽ 95,600 വരെയുള്ള ഏറ്റവും മികച്ച ഒരു സ്കെയിൽ ഓഫ് പേ ആണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. വേക്കൻസികളുടെ എണ്ണം സ്പെസിഫൈ ചെയ്തിട്ടില്ല. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. എന്താണെങ്കിലും കഴിഞ്ഞ തവണ എല്ലാ തവണയും 100-ലധികം വേക്കൻസികളിലേക്ക് നിയമനം നടക്കുന്നതാണ്. ഈ ലിസ്റ്റിൽ നിന്ന് സ്വാഭാവികമായിട്ടും അതുണ്ടാവും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഏജ് ലിമിറ്റ് എത്ര എന്നുള്ളതാണ്. PSC പരീക്ഷകളുടെ ഏജ് ലിമിറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനും അത് ബാധകമാക്കിയിട്ടുണ്ട്. യൂണിഫോം പോസ്റ്റ് ആണെങ്കിലും 40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 40 വയസ്സ് വരെയുള്ളവർക്ക് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 40 വയസ്സ്. കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്തിന്റെ തീയതിയും പറഞ്ഞിട്ട് 2/1/1986 1/1/2005 ഇടയിൽ ജനിച്ചവർക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അതായത് ആ ഡേറ്റും ഇൻക്ലൂഡഡ് ആണ്. SC ST OBC ആണെങ്കിൽ 3 വർഷവും 5 വർഷവും ഒക്കെ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ കിട്ടുകയും ചെയ്യും എന്നുള്ള കാര്യം കൂടെ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ? ഈ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന് നോക്കാം. 1 SSLC പാസ് ആവണം. 2 ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അതായത് 3 വർഷത്തെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിജയിക്കണം എന്നുള്ളതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. അതിന്റെ ഹയർ ആയിട്ടുള്ള BTech ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗുകാർക്കും BTech ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുകാർക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. ഇപ്പൊ ഡിപ്ലോമ അല്ലെങ്കിൽ BTech ഏതില് മെക്കാനിക്കലിലോ അല്ലെങ്കിൽ ഓട്ടോമൊബൈലിലോ, അതാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനി അതിന് പുറമെ എന്തും കൂടെ വേണം. മസ്റ്റ് ഹോൾഡ് എ കറന്റ് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഓതറൈസിംഗ് ഹിം ടു ഡ്രൈവ് മോട്ടോർസ്. അതായത് ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന്റെ ലൈസൻസ് വേണം. കൂടാതെ ഹെവി ഗുഡ്സ് വെഹിക്കിൾ ആൻഡ് ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ, അതായത് LMVയും ഹെവി ലൈസൻസും അവർക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഹെവി ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഹെവി ലൈസൻസ് ഉണ്ടാവണം. ഇതിന് ലാസ്റ്റ് ഡേറ്റ് വരുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ലാസ്റ്റ് ഡേറ്റ് ഉണ്ടല്ലോ ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. അതിന് ലാസ്റ്റ് ഡേറ്റ് മുന്നേ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടിയാൽ മതി. ആ ഡേറ്റ് വെച്ചിട്ട് അങ്ങനെ, പക്ഷേ ആ ലാസ്റ്റ് ഡേറ്റ് മുന്നേ നിങ്ങളുടെ കയ്യിൽ വാലിഡ് ആയിട്ടുള്ള ലൈസൻസ് ഉണ്ടാവണം എന്നുള്ളതാണ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എന്താണ് ഇതിന്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആൺകുട്ടികളെ സംബന്ധിച്ച്, മെയിൽ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് മിനിമം ഹൈറ്റ് 165 സെന്റിമീറ്റർ ഉണ്ടാവണം. 165 സെന്റിമീറ്റർ ഉണ്ടാവണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്, വനിതകൾക്കാണെങ്കിൽ 152 സെന്റിമീറ്റർ ആണ് മിനിമം ഹൈറ്റ് എന്നുള്ള കാര്യം അറിയുക. ആൺകുട്ടികൾക്ക്, മെയിൽസിന് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. 81 സെന്റിമീറ്റർ വേണം ചെസ്റ്റ്. അതിൽ കൂടാതെ എക്സ്പാൻഷൻ 5 സെന്റിമീറ്റേഴ്സും കൂടെ ഉണ്ടാവണം എന്നുള്ള കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട്. അപ്പൊ മെയിൽസിനുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇതാണ്. ഇതുണ്ടെന്ന് ഉറപ്പാക്കുക. 165 സെന്റിമീറ്റർ ഹൈറ്റ്, പെൺകുട്ടികളാണെങ്കിൽ 152 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെന്ന് ഉറപ്പാക്കുക. കൂടാതെ വിഷൻ സ്റ്റാൻഡേർഡ്സ് ഇവിടെ പറയുന്നുണ്ട്. റൈറ്റ് ഐക്കും ലെഫ്റ്റ് ഐക്കും പെർഫെക്റ്റ് വിഷൻ വേണം. അതായത് 6/6 ഡിസ്റ്റന്റ് വിഷൻ 6/6 വേണം. നിയർ വിഷൻ 0.5 വേണം എന്നുള്ളതാണ്. അപ്പൊ ഈ വിഷൻ ഉള്ളത്, നമുക്ക് ഈ വിഷൻ ഉണ്ട് എന്നുള്ളത് ഒരു ഗവൺമെന്റ് ഡോക്ടറുടെ സർട്ടിഫിക്കേഷൻ നമുക്ക് കൊടുക്കേണ്ടി വരും. അത് വെച്ചിട്ടാണ് നമ്മളത് ഇന്റർവ്യൂവിന്റെ സമയത്തേക്ക് ഹാജരാക്കിയാൽ മതി. അപ്പൊ ആ സമയത്ത് അത് വേണ്ടി വരും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, SC ST ആളുകളെ, SC ST വിഭാഗത്തിൽ പെടുന്നവർക്ക് മിനിമം ഹൈറ്റ് ആൺകുട്ടികളാണെങ്കിൽ 160 സെന്റിമീറ്ററും വനിതകളാണെങ്കിൽ 150 സെന്റിമീറ്റർ മതി എന്നുള്ള കാര്യം കൂടെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഒക്കെ ഫോർമാറ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. പരീക്ഷ 2027 ഉണ്ടാവും. ഒരു 6 മാസം നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനുള്ള ഒരു സമയം കിട്ടും. അപ്പോൾ ഇനി കറക്റ്റ് ആയിട്ട് പഠിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയാണ്, നിങ്ങൾ സ്വപ്നം കാണുന്ന ജോലിയാണ്. ഇനി ഒരു നിമിഷം പാഴാക്കാനില്ല. ആപ്ലിക്കേഷൻ വരും, അപ്ലൈ ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ പ്രൊഫൈലിൽ വരുന്നതാണ്. നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. കോച്ചിങ്ങിന്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ I+ നിങ്ങളോടൊപ്പം ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.